കമ്മ്യൂണിസം ശാപമാണെന്ന് പറഞ്ഞ ഭരണകക്ഷി അംഗത്തിനെതിരെ നിശ്ചിത വിമർശനവുമായി ജി സുധാകരൻ. തിരുവല്ല എം.എൽ.എ വർഗീസ് ബാബന്റെ പ്രസംഗമാണ് ജി സുധാകരനെ ചൊടിപ്പിച്ചത്. കമ്മ്യൂണിസത്തെ ശാപഗ്രന്ഥമാക്കിയവരെ വിമർശിക്കണം. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പറയില്ല. എല്ലാ ദിവസവും തന്റെ അച്ഛനെപ്പറ്റി പറഞ്ഞു നടക്കുകയാണ് ഒരു സംസ്ഥാന സമിതി അംഗമെന്നും ജി സുധാകരൻ പറഞ്ഞു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്നതിൻ്റെ ഭാഗ്യം. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്നാണ് പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാവുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പം ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അതവരൊരു പരുവത്തിൽ കൊണ്ട് നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റേ അല്ല. അറിഞ്ഞിരിക്കണം. അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് സമയമില്ല. സമയം എൻ്റെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും ശപിക്കല്ലേ, അതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ട് യോജിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീഗുമായിട്ട് യോജിച്ചിരിക്കുകയല്ലേ? അല്ലെന്ന് ചോദിക്കുകയാണ്. ജി സുധാകരൻ കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാണ് വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടല്ലേ? CPM-ന്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം. നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്നു പാർലമെന്റിൽ. ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആരും ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ട് വന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷെ പ്രസ്ഥാനത്തിന് ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിൻ്റെ വാറടിക്കാൻ യോഗ്യല്ല. ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിൻ്റെ വാറ് നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ. ഫ്യൂഡൽ ഭാഷ, സബർഡിനന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടലിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടർമാർ ഭൂരിപക്ഷവും. അവിടെയാണ് P. കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല. നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്.